ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. മോശ മുഖാന്തരം നിത്യനായ ദൈവം ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് മരുഭൂമിയിലൂടെ നടത്തി, ചെങ്കടൽ കടത്തി, പാറയിൽ നിന്നും വെള്ളം കൊടുത്ത് മാറായിലെ വെള്ളത്തെ മധുരമാക്കി, അവർക്ക് സ്വർഗീയ ഭോജനമായ മന്ന കൊടുത്ത്, അവർക്ക് ഇറച്ചിക്ക് കാടപ്പക്ഷിയെ കൊടുത്ത്, അങ്ങനെ ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിച്ച് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ മോശയുടെ കാലം തീർന്നു. മോശയ്ക്ക് ശേഷം ദൈവം യോശുവയെ തെരഞ്ഞെടുത്തു. മോശയോട് ചേർന്ന് ദൈവ സാന്നിധ്യത്തിൽ കൂടാരം വിട്ടുപിരിയാതെ നിന്ന ഒരു യൗവനക്കാരനായിരുന്നു യോശുവ. യോശുവയെ ദൈവം തെരഞ്ഞെടുത്തു. കർത്താവിന് സ്തോത്രം. അതെ പ്രിയപ്പെട്ടവരെ, കാലാകാലങ്ങളിൽ ജീവുള്ള ദൈവത്തിന് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുവാൻ ചില മനുഷ്യരെ വേണം. ഇതൊരു സത്യമാണ്. അങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. കാലാകാലങ്ങളിൽ താൻ തെരഞ്ഞെടുത്ത് തന്നിലേക്ക് അടുപ്പിച്ച് തൻ്റെ ആത്മാവിനെ പകർന്ന്, തൻ്റെ ഹിതം മുഴുവൻ പകർന്ന്, ദൈവത്തിൻ്റെ മനസ്സ് കൊടുത്ത് കർത്താവ് ഒരു കൂട്ടം ജനത്തെ നയിക്കുവാനും നടത്തുവാനും സത്യത്തിൽ നയിക്കുവാനും വചനപ്രകാരം ജനത്തെ നയിക്കുവാനുമായി ദൈവത്തിൻ്റെ ദാസന്മാരെ തിരഞ്ഞെടുക്കും. നാം ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നാം അത് ആഗ്രഹിക്കണം, കൊതിക്കണം. തെറ്റല്ല. കർത്താവ് അന്ന് പണ്ട് അബ്രഹാം ഒരാളുണ്ടായിരുന്നു, ഇസ്ഹാക്ക്, യാക്കോബ്, യോസേഫ്, പണ്ട് അതിനു മുമ്പ് ഒരു നോഹ, അതിനു മുമ്പ് ഒരു ഹാനോക്ക്, അതിനു മുമ്പ് ഹാബേല്, പിന്നീട് ഇഞ്ഞു വന്നപ്പോൾ മോശയുടെ കാലം, പിന്നീട് ഇതാ യോശുവയുടെ കാലം. നിത്യനായ ദൈവം യോശുവയെ തൻ്റെ ശുശ്രൂഷ വരമേൽപ്പിച്ചു. യോശുവ ജനത്തെ നയിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. യോശുവ ജനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുമ്പോൾ യോശുവയ്ക്ക് വേണ്ട എല്ലാ കൃപയും ദൈവം കൊടുത്തു. ബി സ്ട്രോങ് ആൻഡ് കറേജ്. നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്ന് പറഞ്ഞാണ് യോശുവയെ ദൈവം അഭിഷേകം ചെയ്യുന്നത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം. 1-ാം അധ്യായം പ്രത്യേകിച്ച് വായിക്കുമ്പോൾ നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞ്, ഒരുപക്ഷെ ഒരല്പം ഉറപ്പ് കുറവോ ധൈര്യക്കുറവോ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ദൈവം കൂടെ അത് പറഞ്ഞ് യോശുവയെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി ദൈവവേലയ്ക്ക് വേണ്ടി മുന്നോട്ട് നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം പരിഹരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നമ്മെ സജ്ജരാക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു ബലഹീനത, അല്ലെങ്കിൽ ഒരു തളർച്ച, ഒരു വാട്ടം, ഒരു ധൈര്യക്കുറവ്, ഒരു ഉത്സാഹക്കുറവെന്നല്ല, എങ്കിലും നമുക്ക് പ്രകൃത്യ ജന്മന കിട്ടിയതായ ചില ധൈര്യക്കുറവുകൾ, ഇതൊന്നും കണ്ട് നിങ്ങൾ വേലയിൽ നിന്ന് പിന്മാറി നിൽക്കണ്ട. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആവശ്യമുള്ള ധൈര്യവും ബലവും ശക്തിയും കരുത്തെല്ലാം ദൈവം തരും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഇടയ്ക്ക് ഈ സ്തോത്രമെന്നും ഒക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ഉള്ളിൽ ചിലതെല്ലാം ഞാനിങ്ങനെ ഓർക്കുമ്പോൾ അറിയാതെ ദൈവത്തെ സ്തുതിക്കുന്നതാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നവരെ അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. കാരണം വലിയാപ്പന് ഭ്രാന്ത്, എൻ്റെ സ്വന്തം പിതാവിന് ഭ്രാന്ത്, പിതാവിൻ്റെ അനുജന് ഭ്രാന്ത് ബാധിച്ചൊരു ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ തന്നെ ഒരു കസിൻ, കുര്യൻ കൊച്ചപ്പനെന്ന് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഭ്രാന്ത്. അങ്ങനെ 4ഓളം ഭ്രാന്തന്മാർ. ഇതുകൂടാതെ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ പട്ടിണി, ദാരിദ്ര്യം ഒരു വശത്ത്, ഭക്ഷണത്തിന് മാർഗമില്ല, വസ്ത്രത്തിന് മാർഗമില്ല, ഒന്നുമില്ലാതെ കഴിഞ്ഞ കാലങ്ങൾ. അങ്ങനെ എല്ലാം കൊണ്ടും നിരാശപ്പെട്ട് തളർന്നും വാടിയും ക്ഷീണിച്ചുമായിരുന്നു ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ നോക്കാൻ പോലും എനിക്ക് കരുത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒരു 16 വയസ്സ്, 15 വയസ്സും കഴിഞ്ഞേ ഉള്ളൂ. പിന്നീട് 19ാമത്തെ വയസ്സിൽ ജീവനുള്ള ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവായി സ്വീകരിപ്പാൻ എനിക്ക് മഹാഭാഗ്യം കിട്ടി. അന്ന് മുതൽ ഈ നീണ്ട വർഷങ്ങളെല്ലാം കർത്താവിനെ നടത്തിയെന്ന് മാത്രമല്ല, ഒരിടത്ത് പിന്നെ ഒരിക്കലും ഒരു അപകർഷതാബോധം തോന്നിയിട്ടില്ല. കാരണം യേശു എൻ്റെ ഹൃദയത്തിൽ വന്നു വാണു. എനിക്കൊരപ്പനുണ്ട് എന്നുള്ള ചിന്ത, സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള പദവി, എൻ്റെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തു എന്നുള്ള ഉറപ്പ്,
ഞാനും രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണെന്നുള്ളതായ ആ ഒരു ധൈര്യം, എന്നെയും കർത്താവ് അവൻ്റെ സാക്ഷിയാക്കാൻ വിളിച്ചിരിക്കുന്നു, ഞാനും കർത്താവിൻ്റെ വേലക്കാരനാണ്, അതിനായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഉറപ്പ്, ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എനിക്ക് വലിയ ധൈര്യം കിട്ടി, ഉറപ്പ് കിട്ടി. ഇന്ന് ധൈര്യമില്ലാതിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഒന്നും ചെയ്യാൻ ഒരു ധൈര്യമില്ല, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ധൈര്യമില്ല, എന്തിനാ ഒരു വിവാഹം കഴിക്കാൻ പോലും ധൈര്യവുമില്ലാതെ പേടിച്ചിരിക്കുന്നവരുണ്ട്. എന്താകും? ഒരു ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്തേക്ക് കാൽ ചവിട്ടുവാൻ പേടിച്ചിരിക്കുന്നവരുണ്ട്. എനിക്കത് കഴിയുമോ? എനിക്ക് ആ ഡിഗ്രി എടുക്കാൻ പറ്റുമോ? എനിക്ക് അത്രയുള്ള ഒരു ജോലി ഏറ്റെടുക്കാൻ പറ്റുമോ? എനിക്ക് ഇത്രയും വലിയൊരു സ്ഥാപനം ഭരിക്കാൻ കഴിയുമോ? ഇങ്ങനെ നൂറ് കാര്യങ്ങളിൽ അധൈര്യപ്പെട്ടും ക്ഷീണിച്ചും തളർന്നു ഇരിക്കുന്നവരാരെങ്കിലും ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്ക്, യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കു പ്രിയരെ. യേശു നിങ്ങൾക്ക് ധൈര്യം തരും, ബലം തരും, പ്രതീക്ഷ തരും. കഴിഞ്ഞ 39 വർഷമായി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനമായ ഡെൻകെയർ എന്ന സ്ഥാപനത്തിൽ, എൻ്റെ സ്വന്തം സഹോദരൻ്റെ സ്ഥാപനത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഞാൻ അവിടെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഇപ്പോഴും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അനേക രാജ്യങ്ങളിൽ യാത്ര ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം കിട്ടി. മാത്രമല്ല, ഈ ഡെൻ്റൽ ടെക്നോളജിയിൽ ഉന്നതമായ കാര്യങ്ങൾ പഠിക്കുവാൻ കമ്പനിയിൽ നിന്നും എൻ്റെ സഹോദരനാണ് ആദ്യമായി കാഡ്കാം ടെക്നോളജി പഠിക്കുവാനായിട്ട് എന്നെ സ്വീഡനിൽ വിട്ടത്. വേറൊരു അവസരത്തിൽ കമ്പനിയിൽ നിന്നും ജർമ്മനിയിൽ വിട്ടു വേറൊരു ടെക്നോളജി പഠിക്കാൻ. കമ്പനിയിൽ ആദ്യമായി ലേസർ ടെക്നോളജി 5-6 കോടി രൂപയുള്ള വിഷയം വന്നപ്പോൾ ആദ്യമായി ട്രെയിനിങ് എനിക്ക് കിട്ടി. അനേകം രാജ്യങ്ങളിൽ, ജർമ്മനിയിലും ഇറ്റലിയിലും സ്വിറ്റ്സർലൻഡിലും അങ്ങനെ അനേക രാജ്യങ്ങളിൽ പോയി ട്രെയിനിങ് എടുക്കുവാൻ എനിക്ക് അവസരം തന്നു, ദൈവം തന്നു. എൻ്റെ പ്രിയ സഹോദരനിലൂടെ, ആ സ്ഥാപനത്തിലൂടെ ദൈവം എനിക്ക് തന്നു. ഞാൻ പറയുന്നത് ഒന്നും എനിക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല, കഴിവുണ്ടായിട്ടല്ല, അതിനുള്ളതായ സ്കില്ലുണ്ടായിട്ടുമല്ല. പക്ഷേ സ്കില്ലില്ലാത്തവർക്ക് സ്കിൽ തരുന്നവനാണ് ജീവനുള്ള ദൈവം. കഴിവില്ലാത്തവർക്ക് കഴിവ് തരുന്നവനാണ് ദൈവം. ധൈര്യമില്ലാത്തവർക്ക് ധൈര്യം തരുന്നവനാണ് ദൈവം. ബലമില്ലാത്തവർക്ക് ബലം തരുന്നവനാണ് ദൈവം. നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ കുറവുള്ളത്, ആ കാര്യം നിങ്ങൾ ദൈവത്തോട് ചോദിക്ക്. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. യോശുവ അത്ര ഉറപ്പും ധൈര്യമുള്ളവനായിരുന്നില്ല എന്നാണ് നമുക്ക് തിരുവനന്തപുരത്തിൽ നിന്നും ഈ ദൈവം കൂടെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ദൈവം പറഞ്ഞു, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് ഓരോ പ്രാവശ്യവും ജീവനുള്ള ദൈവം യോശുവയോട് പറയുമ്പോൾ അത് കേവലം ഒരു വാക്കായിട്ട് മാത്രമല്ല, ഒരു ധൈര്യവും ഉറപ്പും ദൈവം പകരുകയായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ഉറപ്പിക്കുകയാണ്, നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്, ചിലരെ ബലപ്പെടുത്തുകയാണ്, ചിലരെ ധൈര്യം കൊണ്ട് ദൈവം നിറയ്ക്കുകയാണ്, സമാധാനം കൊണ്ട് നിറയ്ക്കുകയാണ്, സന്തോഷം കൊണ്ട് നിറയ്ക്കുകയാണ്. വചനത്തിൻ്റെ ശക്തി, ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത കൃപ എല്ലാം നമ്മെ സജ്ജരാക്കും. യോശുവയെ ദൈവം സജ്ജനാക്കി വലിയൊരു കൂട്ടം ജനത്തെ നയിക്കുവാൻ. 600,000 നയിച്ച മോശയ്ക്ക് ശേഷം ദൈവം യോശുവയെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് നയിക്കുകയാണ്. യോശുവ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോയി. യോശുവയിലൂടെ അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്യിച്ചു. നമുക്ക് ഓരോന്നോരായി ചിന്തിക്കാം. യോർദാൻ വിഭാഗിച്ചത്, യെരിഹോ കോട്ട തകർത്തത്, സൂര്യനെയും ചന്ദ്രനെയും തൽസ്ഥാനത്ത് നിർത്തിയത് എല്ലാം മനുഷ്യർക്ക് അസാധ്യമായിരുന്നു. യോശുവ എന്ന കേവലം ഒരു മനുഷ്യന് അസാധ്യമായ കാര്യം ജീവനുള്ള ദൈവത്തിന് സകലവും സാധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് യോശുവയിലൂടെ പ്രവർത്തിച്ചു. ആ ചരിത്രം നമുക്ക് അടുത്ത മെസ്സേജിൽ ചിന്തിക്കാം. യോർദാൻ വിഭാഗിച്ചത്, യെരിഹോ തകർത്തത്, സൂര്യനെയും ചന്ദ്രനെയും തൽസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ വാക്കിന് ദൈവം അത്രമാത്രം വില കൊടുത്ത് ദൈവം അനുസരിച്ചത് എല്ലാം നമുക്ക് വരുന്ന മെസ്സേജുകളിൽ നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കൂ. യൂട്യൂബിലൂടെ എല്ലാ ദിവസവും രാവിലെ 5:30 ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഫോർ മൈ ജീസസ് സജു ആൻഡ് സാലി എന്ന ആ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന മറ്റൊരു യൂട്യൂബ് ചാനലും ഞങ്ങൾക്കുണ്ട്. ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്. നിങ്ങൾക്ക് ധാരാളം പ്രസംഗങ്ങളും പാട്ടുകളും ലഭിക്കും. എൻ്റെ പ്രിയ ഭാര്യ സാലി പാട്ടുകൾ എഴുതാറുണ്ട്. സാലി പാടിയതോ എഴുതിയതോ മറ്റുള്ളവർ എഴുതിയത് പാടിയതോ ആയ ഒത്തിരി ഗാനങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും.
അതെല്ലാം നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ പ്രയോജനം കിട്ടും. നിങ്ങളത് കേൾക്കൂ, ശ്രദ്ധിക്കൂ, ശ്രവിക്കൂ. അനേകർ ഞങ്ങൾക്ക് കമൻ്റ് ഇടാറുണ്ട്, ഞങ്ങൾക്ക് ആശ്വാസമായി, സന്തോഷമായി, സമാധാനമായി എന്ന്. പ്രിയപ്പെട്ടവർ, ഇതൊന്നും മനുഷ്യരുടെ വീഴ്ചയ്ക്ക് പറയുന്നതല്ല. മനുഷ്യരുടെ വീഴ്ചയ്ക്കല്ല ഞങ്ങൾ ഈ വേല ചെയ്യുന്നത്. ആർക്കെങ്കിലും ഒരാൾക്കൊരു ആശ്വാസം കിട്ടട്ടെ, എല്ലാവരും കർത്താവിനെ കണ്ടെത്തട്ടെ, യേശുവിൻ്റെ സ്നേഹം എല്ലാവരും രുചിക്കട്ടെ, എല്ലാവരും യേശുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടട്ടെ, പിടിക്കപ്പെടട്ടെ, എല്ലാവരും നിത്യജീവൻ്റെ ഓഹരിക്കാരായി തീരട്ടെ, എല്ലാവരും ഈ സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ അനുഭവിക്കട്ടെ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ഈ ശുശ്രൂഷ പ്രയോജനപ്പെടുത്തൂ. ദൈവം നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ദൈവം നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഏതെങ്കിലും കാര്യം ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുമായി സംസാരിക്കുകയും ചെയ്യാം. കർത്താവ് നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.